ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഓണസദ്യക്ക് വേണ്ടിയുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു തോരൻ നമ്മൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഈ ഒരു ചട്ടിയിലാണ് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് ബീറ്റ്റൂട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങാ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്തവണത്തെ ഓണത്തിന് എല്ലാവരും ഈ ഒരു ബീറ്റ്റൂട്ട് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.